നമസ്കാരം സുഹൃത്തുക്കളെ, തമിഴിലിറങ്ങിയ നല്ലൊരു മികച്ച ഫാന്റസി ത്രില്ലർ മൂവിയാണ് അറഗൺ. ഒരു പെണ്ണിന് അവളുടെ പ്രണയത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ത്യാഗവും ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു കാടിനുള്ളിലെ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ വയസ്സായ ഒരു സ്ത്രീയെ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഇവർ ആരാണ് എന്താണ് എന്നൊന്നും സിനിമയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. 2025 നിന്നും നേരെ അടുത്ത സിനിമയിൽ കാണിക്കുന്നത് തമിഴ്നാട്ടിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വേങ്കേ മാരൻ എന്ന രാജാവിനെയാണ്. ആ രാജാവിന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. മൂത്തവന്റെ പേര് അധികൻ, ഇളയവന്റെ പേര് ഇളന്തരയൻ. രാജകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതും ധീരനായ ഒരു യോദ്ധാവുമായിരുന്നു അധികൻ. എന്നാൽ ഇളന്തരയന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. പെൺവിഷയവും ചൂതാട്ടവും ഒക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇളന്തരയന്. അങ്ങനെയിരിക്കെ പാണ്ഡ്യ രാജാവിന്റെ ആക്രമണം വേങ്കേ മാരന്റെ രാജ്യത്ത് ഉണ്ടാവുകയാണ്. യുദ്ധത്തിൽ വേങ്കേ മാരനും അധികനും എല്ലാം മരിക്കുന്നു. അവരുടെ രാജ്യം പാണ്ഡ്യ രാജാവിന്റെ കയ്യിലേക്ക് പോകുന്നു. എന്നാൽ യുദ്ധം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഇളന്തരയൻ യുദ്ധത്തിൽ ഇറങ്ങിയതുമില്ല, മരിച്ചതുമില്ല. അയാൾ ജീവനും കൊണ്ട് ആ രാജ്യം വിട്ട് കാട്ടിലേക്ക് ഓടിക്കേറുന്നു. ദേഹമാസകലം മുറിവ് പറ്റിയിട്ടുണ്ട് ശത്രു രാജ്യത്തിന്റെ കയ്യിൽ നിന്നും. ഇങ്ങനെ ദേഹമാസകലം മുറിവ് പറ്റി മരണശയ്യയിലായി പോകുന്ന ഇളന്തരയനെ ഒരു സന്യാസി രക്ഷപ്പെടുത്തുകയാണ്. ഇളന്തരയനെ രക്ഷപ്പെടുത്തിയ ഈ സന്യാസി നിസ്സാരക്കാരനായിരുന്നില്ല. അയാൾ പലതരത്തിലുള്ള ദിവ്യശക്തികളും പ്രാപ്തിച്ച ആളായിരുന്നു. ഇളന്തരയൻ സന്യാസിക്കൊപ്പം ചേർന്ന് പല വിദ്യകളും പഠിക്കുന്നു. അങ്ങനെ ഒരു നാൾ ഈ സന്യാസി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ ഒരു കടുത്ത വിഷമുള്ള പാമ്പ് കൊത്താൻ വരുന്നു. ഇളന്തരയൻ ഇത് കാണുന്നു. ഇളന്തരയൻ ആ പാമ്പിൽ നിന്നും ഈ സന്യാസിയെ രക്ഷപ്പെടുത്തുന്നു. പക്ഷേ ഇളന്തരയനെ ആ പാമ്പ് കൊത്തുന്നു. ഇളന്തരയൻ മരണശയ്യയിലേക്ക് പോകുന്നു. തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച ഇളന്തരയനോട് ആ സന്യാസിക്ക് സഹതാപം തോന്നുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഔഷധങ്ങളും മന്ത്രശക്തികളും എല്ലാം ഉപയോഗിച്ച് ആ സന്യാസി ഇളന്തരയന്റെ ജീവൻ രക്ഷിക്കുന്നു. നിന്റെ ജീവൻ വകവയ്ക്കാതെ നീ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിത്തരും. എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളാൻ സന്യാസി ഇളന്തരയന്റെ അടുത്ത് പറയുന്നു. ഇളന്തരയൻ ആ ആഗ്രഹം സന്യാസിയുടെ അടുത്തും പറയുന്നു. ആ ആഗ്രഹം നടക്കാനുള്ള ഉപാധി എന്താണെന്ന് സന്യാസി ഇളന്തരയന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായിരുന്നു ഈ ഇളന്തരയന്റെ ആഗ്രഹം? അതുമാത്രം സിനിമയിൽ ഇപ്പോൾ പറയുന്നില്ല. ഇനി സിനിമയിൽ കാണിക്കുന്നത് പ്രസന്റ് കാലഘട്ടമാണ്, 2025. നായകനെയും നായികയും കാണിക്കുകയാണ്. നായകന്റെ പേര് ശരവണൻ, നായികയുടെ പേര് മകൾനില. ഇവർ തമ്മിൽ ഒരു വഴക്ക് നടക്കുകയാണ്. കാരണം ഇവർ സിനിമ കാണാൻ പോയ സ്ഥലത്ത് നായകൻ മറ്റൊരു പെണ്ണിനെ വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നായിക വിചാരിച്ചു അത് കളിക്കായിരിക്കുമെന്ന്. എന്നാൽ നായകൻ അത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നായിക അവൻ്റെ അടുത്ത് പറയുന്നു, ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ അവസാനിപ്പിക്കാം. ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. ഇത് കേട്ട പാടെ തന്നെ ശരവണൻ നായികയോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനി താൻ ഒരു പെണ്ണിൻ്റെ മുഖത്തും നോക്കില്ല എന്നും എൻ്റെ ജീവിതത്തിൽ ഇനി 2 പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നും അവൻ പറയുന്നു. അതേതാണ് ആ 2 പെണ്ണുങ്ങളെന്ന് മകൾനില ചോദിക്കുമ്പോൾ ശരവണൻ പറയുന്നു, ഒന്ന് നീ, രണ്ടാമത് നമുക്ക് ജനിക്കാൻ പോകുന്ന പെൺകുട്ടി. ഇത് കേട്ട നായിക പറയുകയാണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ ഓരോ തവണയും എന്നോട് കോംപ്രമൈസ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ പിണക്കം മാറുകയാണ്. മകൾനിലയെ ശരവണൻ അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് കൊണ്ടുവിടുകയാണ്. ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് തനിക്കൊരു കിസ് തരാമോ എന്ന് ശരവണൻ മകൾനിലയോട് ചോദിക്കുന്നു. ഇല്ല, ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. ഹോസ്റ്റലിലേക്ക് കയറാൻ ഇനിയും 5 മിനിറ്റ് ബാക്കിയുണ്ട്, തന്നുകൂടെ എന്ന് അവൻ കെഞ്ചുകയാണ്. ഒടുവിൽ മകൾനില അവൻ്റെ ആഗ്രഹം നടപ്പിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം മകൾനില ഹോസ്റ്റലിലേക്ക് പോകുന്നു. പിറ്റേന്ന് രാവിലെ മകൾനിലയുടെ കോള് ശരവണന് വരികയാണ്. തനിക്ക് സുഖമില്ല എന്നും താൻ ഹോസ്പിറ്റലിലാണ് എന്നും പറഞ്ഞ് ശരവണൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ശരവണൻ കാണുന്നത് ഹോസ്പിറ്റലിന് പുറത്തേക്ക് വരുന്ന മകൾനിലയാണ്. കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി തൊട്ട് തനിക്ക് വല്ലാത്ത വൊമിറ്റിംഗ് ആയിരുന്നു, എന്തോ ഫുഡ് പോയ്സൺ ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല എന്നും മകൾനില പറയുന്നു. ഇത് കേട്ട ശരവണൻ മകൾനിലയെ കളിയടിക്കുകയാണ്. ഞാനൊരു കിസ് മാത്രമല്ലേ ഇന്നലെ രാത്രി തന്നുള്ളൂ, അതിനു മുമ്പേ വൊമിറ്റിംഗ് ഒക്കെ തുടങ്ങിയോ എന്ന്. ഈ സമയം ഇവർ ഒരു വയസ്സായ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ റോഡ് സൈഡിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അവർ വാവിട്ട് കരയുന്നുണ്ട്. ഇത് കണ്ട മകൾനില ശരവണന്റെ അടുത്ത് പറയുന്നു, അവർക്ക് വിശക്കുന്നുണ്ടായിരിക്കാം, കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറയുന്നു. മകൾനിലയും ശരവണനും അവരുടെ അടുത്ത് വരികയും ശരവണൻ അവർക്ക് കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് കൊടുക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ അവർ ആ കാശ് തട്ടി എറിയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന നീളമുള്ള വടിയെടുത്ത് മകൾനിലയെ അടിക്കുന്നുണ്ട്. അടിച്ചോട്ടിക്കാൻ
ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ. ഈ സമയം അവിടേക്ക് ഒരു വഴി പോക്കാൻ വരുന്നുണ്ട്. അയാൾ പറയുന്നു ഈ സ്ത്രീക്ക് ഭ്രാന്താണെന്നും കുറെ നാളുകൾക്ക് മുമ്പ് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിളിച്ചു പറയുകയും പോലീസുകാർ ഇവരെ ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്തു. അവിടെ നിന്നും ഇവർ ചാടി വന്നതാണെന്നും പറയുന്നു. ഇവരെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ സ്ത്രീയെ വിളിച്ചു കൊണ്ടുപോകുന്നു. ഈ സമയം മകിഴ്നിലയ്ക്ക് ആ വയസ്സായ സ്ത്രീ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒരു വോട്ടർ ID കാർഡ് കിട്ടുന്നുണ്ട്. അതൊരു പെൺകുട്ടിയുടെ വോട്ടർ ID കാർഡായിരുന്നു. അത് കണ്ട മകിഴ്നില പറയുന്നു ചിലപ്പോൾ ഇത് ആ സ്ത്രീയുടെ ചെറുമകളുടെ വോട്ടർ ID കാർഡായിരിക്കും. അവളെ കാണാത്തത് കൊണ്ടായിരിക്കാം അവരുടെ മനസ്സിന് ഈ രീതിയിലുള്ള താളം തെറ്റലൊക്കെ ഉണ്ടായത്. ആ പെൺകുട്ടിയെ കണ്ടു കിട്ടുകയാണെങ്കിൽ ആ വയസ്സായ സ്ത്രീയെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടർ ID കാർഡ് തൻ്റെ ബാഗിലേക്ക് വയ്ക്കുകയാണ് മകിഴ്നില. അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് കാടിനുള്ളിലെ ഒരു വീടിനകത്ത് ഒരു വയസ്സായ സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്നതായി തുടക്കത്തിൽ കാണിച്ചില്ലേ, അവർക്ക് സമയാസമയം ആരോ ആഹാരം കൊടുക്കുന്നതായിട്ടാണ്. വീണ്ടും സിനിമയിൽ മകിഴ്നിലയെയും ശരവണനെയും കാണിക്കുകയാണ്. ഇവർ ഒരു പാർക്കിൽ ഇരിക്കുകയാണ്. മകിഴ്നില ശരവണന്റെ അടുത്ത് ചോദിക്കുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കപ്പിൾസ് വ്ലോഗ് തുടങ്ങിയാലോ, അങ്ങനെ നല്ല കാശുണ്ടാക്കാൻ പറ്റും. ഭാവിയിലേക്കുള്ള കാര്യത്തിനെ കുറിച്ചാണ് മകിഴ്നില പറയുന്നത്. എന്നാൽ ഈ സമയം ശരവണൻ തൻ്റെ മൊബൈലിൽ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന തിടുക്കത്തിലായിരുന്നു. ഇത് കണ്ട മകിഴ്നിലയ്ക്ക് ദേഷ്യം വരികയും നീ കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോയും കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നു, അതല്ലേ നിനക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. ഉടനെ തന്നെ ശരവണൻ മകിഴ്നിലയെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു നമ്മളിങ്ങനെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പ്രേമിച്ച് നടന്നാൽ മാത്രം മതിയോ, കല്യാണം കഴിക്കണ്ടേ? നിനക്കും എനിക്കും അച്ഛനോ അമ്മയോ ആരുമില്ല, നമ്മൾ രണ്ടുപേരും അനാഥരാണ്. നമ്മളിങ്ങനെ പ്രേമിച്ച് നടന്ന് കാലം കഴിച്ച് കൂട്ടിയാൽ പോരാ, നമ്മൾ കല്യാണം കഴിക്കണം. മകിഴ്നില പറയുന്നു കല്യാണം എന്ന് പറയുന്നത് കളിയല്ല, ഒരുപാട് ചെലവുള്ള കാര്യമാണ്. സ്വന്തമായി ഒരു വീട് വേണം, ജനിക്കുന്ന കുട്ടികൾക്ക് ചെലവ് നോക്കണം, അങ്ങനെ ഒരുപാട് ചെലവുള്ള കാര്യമാണ് കല്യാണം. ഇതിന് മറുപടിയായി ശരവണൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ ജോലി ചെയ്ത് ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് പുറത്ത് സമ്പാദിച്ച് വച്ചിട്ടുണ്ട്. ഒരു 4 ലക്ഷം രൂപയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നല്ല വരുമാനവും കിട്ടും. എൻ്റെ കമ്പനിയുടെ ബോസായി ഞാനിരിക്കാം, എൻ്റെ ബോസായി നീ ഇരിക്ക്. അപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോയാൽ മതിയാകുമല്ലോ. ഇത് നല്ലൊരു ഐഡിയയായി തന്നെ മകിഴ്നിലയ്ക്ക് തോന്നുന്നു. അങ്ങനെ 4 ലക്ഷം രൂപ സമ്പാദിക്കാൻ രണ്ടുപേരും തീരുമാനിക്കുന്നു. അതിനുശേഷം കല്യാണം കഴിക്കാനും. അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് മകിഴ്നില ഒരു ഹോട്ടലിലേക്ക് വരുന്നതാണ്. അവിടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ആ ഹോട്ടലിലേക്ക് സെന്തിൽ എന്ന് പേരുള്ള ഒരു വ്യക്തി വരികയാണ്. അയാൾ നേരെ മകിഴ്നില ഇരുന്ന മേശയ്ക്ക് മുന്നിലായി വന്നിരുന്നിട്ട് മകിഴ്നില അല്ലേ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം മകിഴ്നില തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻ്റർവ്യൂ കാർഡ് കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂ കാർഡ് വാങ്ങിച്ചിട്ട് മകിഴ്നിലയുടെ അടുത്ത് സെന്തിൽ പറയുകയാണ് എൻ്റെ അമ്മയെയാണ് മകിഴ്നില നോക്കേണ്ടത്. മകിഴ്നിലയെ കാണുമ്പോൾ ഒരു ബോൾഡായ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മകിഴ്നില ഈ ജോലിക്ക് അർഹതയാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ഒരു ഹൃദ്രോഗിയാണ്. ഞാൻ വിദേശത്ത് പോയിട്ട് 6 മാസം കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. അതുവരെ മാത്രം മകിഴ്നില ജോലി ചെയ്താൽ മതി. എല്ലാ മാസവും കൃത്യമായി മകിഴ്നിലയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ 70,000 രൂപ ഇട്ട് തരികയും ചെയ്യും. അങ്ങനെ മകിഴ്നിലയ്ക്ക് ഒരു ഹൃദ്രോഗിയായ സ്ത്രീയെ നോക്കേണ്ട ജോലി നല്ല ശമ്പളത്തിൽ കിട്ടുകയാണ്. ഈ കാര്യം നേരെ ചെന്ന് ശരവണന്റെ അടുത്ത് പറയുകയാണ് തനിക്ക് ജോലി കിട്ടിയ കാര്യത്തിനെക്കുറിച്ച്. എന്നാൽ ശരവണൻ പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു സ്കാം എന്നാണ് തോന്നുന്നത്. ഒരു രോഗിയെ നോക്കുന്നതിന് ആരെങ്കിലും 70,000 രൂപയൊക്കെ കൊടുക്കുമോ? മകിഴ്നില പറയുകയാണ് ഇത് നല്ലൊരു കമ്പനിയുടെ ഓഫറാണ്. എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലൊരു ഓഫർ ഇതേ കമ്പനിയിൽ നിന്നും വന്നിട്ടുണ്ട്. ആ ജോലി ഞാൻ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ശരവണൻ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇപ്പോൾ ജോലിക്കൊന്നും പോണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അതെന്താ ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ശമ്പളം നീ വാങ്ങിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരവണൻ ആ അപ്പോയിൻമെന്റ് ലെറ്റർ തട്ടിക്കളഞ്ഞിട്ട് പോവുകയാണ്. ഈ സമയം മകിഴ്നില കരയുന്നുണ്ട്. എന്നാൽ പോയ ശരവണൻ തിരിച്ചു വന്ന് ക്ഷമ ചോദിക്കുന്നു. നിനക്ക് എന്നാണ് ജോലിക്ക് പോകേണ്ടത്? അവൾ പറയുന്നു ഒരാഴ്ചയ്ക്ക് അകത്ത് പോകേണ്ടതാണ്. ശരവണന്റെ അടുത്ത് അവൾ പറയുന്നു ഞാനും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ 4 ലക്ഷം രൂപ പെട്ടെന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ ബിസിനസ് തുടങ്ങുകയും നമുക്ക് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാനും പറ്റുമല്ലോ എന്ന് കരുതിയാണ് ഞാനും ഈ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചത്. ശരവണൻ അവളെ ജോലിക്ക് വിടാൻ സമ്മതിക്കുന്നു. ശരവണൻ ചോദിക്കുന്നു നീ ജോലിക്ക് പോകുന്നിടത്ത് ഒരു ഹൃദ്രോഗിയായ സ്ത്രീ മാത്രമല്ലേ ഉള്ളൂ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന്? അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് നിന്നെ ഫോണിൽ വിളിക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ശരവണൻ പറയുകയാണ് എൻ്റെ റൂംമേറ്റ് നാട്ടിൽ പോയിരിക്കുകയാണ്, അവൻ ഇനി കുറച്ച്
ദിവസങ്ങൾ കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. ഇപ്പോൾ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. നീ ആണെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞേ ഇനി നീ തിരിച്ചു വരികയുള്ളൂ. അതിന് മുമ്പുള്ള ഒരാഴ്ച നമുക്ക് ഒരുമിച്ച് താമസിച്ചുകൂടെ എന്ന് ശരവണൻ അവളടുത്ത് ചോദിക്കുന്നു. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവർ സന്തോഷത്തോടു കൂടി താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകയുനില ഒരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്: ഒരാൾ ഒരു സ്വർണ്ണക്കടയിൽ കുറച്ച് പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് സ്വർണം വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. ഇത് കണ്ട മകയുനില ശരവണന്റെ അടുത്ത് ചോദിക്കുന്നു, ഇതെല്ലാം പോസിബിളായ കാര്യമാണോ? ശരവണൻ പറയുന്നു, ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഹിപ്നോട്ടിസത്തിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. നമ്മൾ ഒരാളെ ഹിപ്നോട്ടിസത്തിലൂടെ ടാർഗറ്റ് ചെയ്ത് വശീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തും നമ്മൾ കാണിക്കുന്നത് എന്തും അവൻ വിശ്വസിക്കും. ഇതെല്ലാം പണ്ടുള്ള മഹർഷിമാർക്കൊക്കെ അറിയാമായിരുന്നു, ഹിപ്നോട്ടിസം, കൂടുവിട്ട് കൂടുമാറ്റം എല്ലാം. ഇത് കേട്ട മകയുനില തിരിച്ചു ചോദിക്കുകയാണ്, പിന്നെന്തിനാണ് ഈ സന്യാസിമാരും മഹർഷിമാരും കാട്ടിൽ ചെന്ന് കിടക്കുന്നത്? അവർക്ക് നാട്ടിൽ വന്ന് ഇതേപോലത്തുള്ള പരിപാടികളൊക്കെ കാണിച്ച് പണക്കാരായിക്കൂടെ എന്ന്. എന്നാൽ ശരവണൻ പറയുന്നു, നമുക്ക് എല്ലാ പേരെയും ഹിപ്നോട്ടിസത്തിലൂടെ വശീകരിക്കാൻ കഴിയില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അതായത് നല്ല ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും ഹിപ്നോട്ടിസത്തിലൂടെ വശീകരിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ രണ്ടുപേരും ശരവണന്റെ റൂമിൽ സന്തോഷമായി താമസിക്കുന്നു. അങ്ങനെ മകയുനിലയ്ക്ക് ജോലിക്ക് പോകേണ്ട ദിവസം എത്തിച്ചേരുകയാണ്. ശരവണൻ മകയുനിലയെ ബസ് കയറ്റി വിടാൻ വേണ്ടി പോവുകയാണ്. ശരവണന് ദുഃഖമുണ്ട് മകയുനിലയെ ദൂരേക്ക് ജോലിക്ക് വിടുന്നതിൽ. താൻ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമല്ലോ, ഇതിനിടയിൽ ബിസിനസ് തുടങ്ങാനുള്ള കാര്യമൊക്കെ ചെയ്തു വെക്കാൻ പറയുന്നു. വന്ന ഉടനെ തന്നെ ബിസിനസ് ആരംഭിക്കണമെന്ന് മകയുനില ശരവണന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ അവൾ യാത്ര തുടരുന്നു. അങ്ങനെ അവൾ സഞ്ചരിച്ച ബസ് ഒരു കാടിന്റെ അതിർത്തിയിലുള്ള റോഡിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അതുവരെയേ ബസ്സുള്ളൂ. ഇനി അവൾക്ക് നടന്നാണ് പോകേണ്ടത്. തുടക്കത്തിൽ കാടിനുള്ളിലെ ഒരു വീടിൽ ഒരു സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണിച്ചില്ലേ, അതുപോലുള്ള കാടാണ് ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്നത്. അവിടെ വന്നു നിന്ന മകയുനിലയ്ക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. തനിക്ക് ജോലി ചെയ്യാൻ പോകേണ്ടത് കാടിനുള്ളിലെ ഒരു വീട്ടിലേക്കാണെന്ന്. മകയുനില ആ കാടിനുള്ളിലൂടെ സഞ്ചാരം തുടങ്ങുകയാണ്, താൻ ജോലി ചെയ്യേണ്ട വീട് അന്വേഷിച്ച്. അവസാനം കാടിനുള്ളിലൂടെ വളരെ ദൂരം സഞ്ചരിച്ച് താൻ ജോലി ചെയ്യേണ്ട ആ വീട്ടിലേക്ക് മകയുനില എത്തിച്ചേരുകയാണ്. അവിടെ തൻ്റെ അമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീയെ മകയുനിലയ്ക്ക് കാണാൻ കഴിയുന്നു. അവരെയാണ് മകയുനില നോക്കേണ്ടത്. അവർ മകയുനിലയിലെടുത്ത് പറയുന്നു, സെന്തിൽ പറഞ്ഞിരുന്നു എന്നെ നോക്കാൻ വേണ്ടി നീ വരുമെന്ന്. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിക്കും. നീ നിന്റെ ജോലി കൃത്യമായി ചെയ്താൽ മതി എന്ന് അവളെടുത്ത് ആ സ്ത്രീ പറയുന്നു. അമ്മ ആ കാര്യത്തിനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൃത്യമായി നോക്കിക്കോളാമെന്ന് മകയുനിലയും പറയുന്നു. അതിനുശേഷം ഫോൺ എടുത്ത് ശരവണനെ വിളിക്കുന്നുണ്ട്, താൻ ഇവിടെ എത്തിയ കാര്യം അറിയിക്കുന്നതിന് വേണ്ടി. എന്നാൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ശരവണനെ കിട്ടുന്നില്ല. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോവുകയാണ്. മകയുനില അവിടുത്തെ സാഹചര്യവുമായി യോജിച്ചു പോവുകയാണ്. സ്വന്തം സൗന്ദര്യത്തിൽ കുറച്ച് ശ്രദ്ധയൊക്കെ വയ്ക്കുന്ന ആളാണ് ഈ മകയുനില. കയ്യിലാണെങ്കിൽ ഒരു ചെറിയ കണ്ണട മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവൾ നോക്കാമെന്ന ആ സ്ത്രീയോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ വലിയ കണ്ണാടിയൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ ആ സ്ത്രീ മകയുനിലയോട് പറയുന്നുണ്ട്, നമ്മൾ കുടുംബപരമായി കണ്ണാടികളൊന്നും യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. ഈ ഉത്തരം വിചിത്രമായി തോന്നിയെങ്കിലും തിരിച്ചൊന്നും മകയുനില പറയാൻ നിന്നില്ല. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു. ചെസ് കളിക്കുക, ആ സ്ത്രീയുമായി ക്യാരം ബോർഡ് കളിക്കുക, ഇങ്ങനെയൊക്കെയാണ് മകയുനില സമയം കളയുന്നത്. അങ്ങനെ 2 മാസമായി മകയുനില ഒരു ദിവസം ആ സ്ത്രീയോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് ഈ കാടിനുള്ളിൽ താമസിച്ചിട്ട് ബോറൊന്നും അടിക്കുന്നില്ലേ? എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോഴേ ബോറടി തുടങ്ങി. അമ്മ എത്ര കാലമായി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയുന്നത്? ഉടനെ തന്നെ ആ സ്ത്രീ പറയുകയാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ നിസ്സാരരായി കാണരുത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് മനോബലം കൂടുതലായിരിക്കും. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും എൻ്റെ ഹോബിയും എൻ്റെ കൂടെയുണ്ടല്ലോ. ഈ സ്ത്രീക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ശീലവുമുണ്ട്. അതാണ് എൻ്റെ ഹോബിയും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞത്. അവർ വരച്ച ചിത്രങ്ങൾ വീടിനകത്ത് പലയിടത്താറ്റ് ഒട്ടിച്ച് വച്ചിട്ടുമുണ്ട്. അവരുടെ റൂമിലുള്ള ഒരു ചിത്രം മകയുനിലയുടെ കണ്ണിൽപ്പെടുകയാണ്. അവൾ അതിൽ തന്നെ നോക്കുന്നു. വേരുകൾക്ക് കൈകൾ മുളച്ചു വരുന്നത് പോലത്തെ ചിത്രം. ആ ചിത്രം കാണുമ്പോൾ തന്നെ മകയുനിലയ്ക്ക് ചെറിയ പേടി തോന്നുന്നുണ്ട്. ഈ സമയം മകയുനിലയുടെ അടുത്ത് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നീ ആരെയോ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിനക്ക് കാമുകന്മാരാരെങ്കിലും ഉണ്ടോ? മകയുനില തൻ്റെ കാമുകനായ ശരവണനെ കുറിച്ച് ആ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്നു. അവനെ വിളിക്കാൻ ഇവിടെ റേഞ്ച് ഒന്നും പലപ്പോഴും കിട്ടാറില്ല. അവരാണെങ്കിൽ റേഞ്ചുള്ള സ്ഥലം കൃത്യമായി മകയുനിലയ്ക്ക് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മകയുനില തൻ്റെ റൂമിൽ കിടന്ന് രാത്രിയിൽ ഉറങ്ങുകയായിരുന്നു. മകയുനില നോക്കാമെന്ന ആ സ്ത്രീയില്ലേ, ഒരു പ്രേതത്തിനെ പോലെ മുടിയൊക്കെ മുന്നിലോട്ടിട്ട് മകയുനിലയുടെ റൂമിലേക്ക് വരികയാണ്. ഉറങ്ങിക്കിടക്കുന്ന മകയുനിലയുടെ തലയെടുത്ത് അവളുടെ മടിയിലേക്ക് വെച്ചിട്ട് അവളുടെ തലമുടി ഈ സ്ത്രീ കടിച്ച് തിന്നാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട മകയുനിലയ്ക്ക്
മകനിലേക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാൻ കഴിയാതെ അവൾ ആ സ്ത്രീയോട് പറയുന്നു, അമ്മ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എൻ്റെ തലമുടി തിന്നാതെ എനിക്ക് തലവേദനിക്കുന്നു. അവൾ ഒരു വിധത്തിൽ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തുറക്കുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അതൊരു സ്വപ്നമായിരുന്നു. താൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്വപ്നം കാണാൻ കാരണമെന്ന് അവൾ ചിന്തിക്കുന്നു. ആ വീടിനകത്ത് മൊത്തം വരച്ചു വച്ചിരുന്ന ചിത്രങ്ങൾ എല്ലാം പേടി ഉളവാക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളായിരുന്നു. ഇതായിരിക്കാം ചിലപ്പോൾ കാരണമെന്ന് അവൾ ചിന്തിക്കുന്നു. മകനിലേക്കും പോകെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതായി തോന്നി തുടങ്ങുകയാണ്. ആദ്യമൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു, ഇപ്പോൾ ഒന്നും ശരിയല്ല, എന്തോ രഹസ്യം മറഞ്ഞു കിടക്കുന്നത് പോലെ. അവൾ ഈ കാര്യമെല്ലാം തന്നെ ശരവണനെ വിളിച്ച് പറയുന്നുണ്ട്. ശരവണൻ പറയുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോകണ്ട എന്ന്, നിന്റെ നിർബന്ധ പ്രകാരമല്ലേ വന്നത്. ഇത് കേട്ട മകനില പറയുന്നു, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൂടി കഴിഞ്ഞിട്ട് ഞാനങ്ങ് വരാം. ചിലപ്പോൾ മാത്രമേ മൊബൈലിന് റേഞ്ച് കിട്ടുള്ളൂ, കിട്ടുമ്പോഴെല്ലാം ഞാൻ വിളിക്കാമെന്നും അവൾ പറയുന്നു. പിറ്റേ ദിവസം മകനിലയുടെ മൊബൈലിന്റെ മുകളിൽ കൂടി ചായ വീഴുകയാണ്. അങ്ങനെ മൊബൈൽ കേടാവുന്നു. മൊബൈലുമായി മകനില കരഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നു. തൻ്റെയും ശരവണന്റെയും പല ഓർമ്മകളും ഈ മൊബൈലിലുണ്ടെന്നും ഈ മൊബൈൽ നന്നാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവൾ ആ സ്ത്രീയോട് ചോദിക്കുന്നു. അവർ പറയുന്നു, എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, അവനെ വിളിക്കാം, അവൻ്റെ അടുത്ത് കൊടുക്കാം, അവൻ ചിലപ്പോൾ നന്നാക്കി കൊണ്ടുവരുമെന്ന് പറയുന്നു. അങ്ങനെ ആ പയ്യനെ വിളിച്ചിട്ട് മൊബൈൽ കൊടുക്കുകയാണ്. അവൻ പറയുന്നു, ഈ മൊബൈൽ സിറ്റിയിൽ കൊണ്ടേ നന്നാക്കാൻ പറ്റുകയുള്ളൂ, 1 മാസം എടുക്കും നന്നാക്കി കൊണ്ടുവരാൻ. അങ്ങനെ മൊബൈൽ നന്നാക്കാൻ അവൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നു. അതുവരെ മകനിലയ്ക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി അവിടെയുള്ള സ്ത്രീ ഒരു കീപാഡ് സെറ്റ് മകനിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത് സിനിമയിൽ കാടിന് ഉള്ളിൽ ഒറ്റപ്പെട്ട ആ വീട്ടിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന വയസ്സായ ആ സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഗർഭിണിയാണ്. വളരെ വയസ്സായ ഇവർ എങ്ങനെ ഗർഭിണിയായി? ഇതിനെക്കുറിച്ച് വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നതാണ്. വേറൊരു ദിവസം ഈ മകനില തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊച്ചു കണ്ണാടി കൊണ്ട് മുഖമൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ തലയിൽ നരയൊക്കെ വന്നു തുടങ്ങുന്നു. മുഖം ചെറുതായിട്ട് ചുളങ്ങിയതുപോലെ കയ്യിലും ചുളുക്കുണ്ട്. അവൾ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയോട് ചോദിക്കുന്നു, ഇവിടെ അടുത്തെവിടെയെങ്കിലും ചെറിയ ബ്യൂട്ടി പാർലറോ എന്തെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് ആ സ്ത്രീ പറയുകയാണ്, ഈ കാടിനകത്ത് എവിടെയാണ് മോളെ ബ്യൂട്ടി പാർലറൊക്കെ ഉള്ളത്? ഈ സമയം മകനില തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രഗ്നൻസി കിറ്റ് എടുത്ത് അവരെ കാണിക്കുന്നു. അത് കണ്ട് അവർ അതിശയിക്കുന്നു. നീ ഗർഭിണിയാണോ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആവുന്നത് ശരിയാണോ എന്ന് അവർ അവളടുത്ത് ചോദിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അവൾക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ കാമുകനെ അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. മകനിലയുടെ ആ സ്ത്രീ ചോദിക്കുകയാണ്, എൻ്റെ മകനെ വിട്ട് ശരവണനെ ഇങ്ങോട്ട് വിളിപ്പിക്കട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ മകനിലയ്ക്ക് സന്തോഷമാവുകയാണ്. ഇപ്പോൾ സിനിമയിൽ ഒരു വൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. ആ സ്ത്രീ ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നതായി കാണിക്കുന്നത് ശരവണനെയാണ്. എന്നാൽ മകനിലയ്ക്ക് ശരവണനെ ശരവണനായിട്ട് അപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന് സിനിമയുടെ ഒരു ഘട്ടത്തിൽ ശരവണൻ തന്നെ മകനിലയുടെ പറയുന്നുണ്ട്. സെലക്റ്റീവായ ചില ആൾക്കാർ അവർ ഒരിക്കലും ബോൾഡ് ആവാൻ പാടില്ല. അവരെ ഹിപ്നോട്ടിസത്തിലൂടെ വശീകരിച്ച് അവരുടെ മുന്നിൽ മറ്റൊരാളായി അഭിനയിക്കാൻ കഴിയും. അപ്പോൾ അവർ കാണുന്നത് യഥാർത്ഥ വ്യക്തിയെ ആയിരിക്കില്ല. മകനില ബോൾഡ് അല്ലാത്തതുകൊണ്ടും ശരവണനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടും എന്താണ് തൻ്റെ മുന്നിൽ നടക്കുന്നതെന്ന് മകനിലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മകനിലയുടെ മുമ്പിൽ ശരവണൻ ആ സ്ത്രീയായിട്ട് അഭിനയിക്കുകയാണ്. മകനിലയാണെങ്കിലും ആ സ്ത്രീയുടെ രൂപത്തിലാണ് ശരവണനെ അപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് അർദ്ധരാത്രിയായപ്പോൾ ശരവണൻ ആ വീട് വിട്ടിറങ്ങി കാടിന് ഉള്ളിലേക്ക് പോവുകയാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു പെട്ടിയും എടുത്ത് ശരവണൻ പുറത്തേക്ക് വരികയാണ്. അതിൽ നിന്നും ചെറിയ വേര് പോലുള്ള ഒരു പ്രതിമ എടുക്കുകയാണ്. അതിനെ തറയിൽ വെച്ചതിന് ശേഷം എന്തോ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു മരുന്ന് ഈ ചെറിയ പ്രതിമയുടെ കീഴിൽ വീഴ്ത്തുന്നു. കൂടെ അവൻ്റെ കയ്യെ മുറിച്ച് ആ രക്തവും ഈ പ്രതിമയുടെ കീഴെ വീഴ്ത്തുകയാണ്. ആ രക്തവും മരുന്നുമെല്ലാം ആ പ്രതിമ വലിച്ചെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രതിമയ്ക്ക് ശക്തി വരുന്നു. പ്രതിമയിൽ ഒരു ചെറിയ വിത്ത് ഉണ്ടാവുന്നു. ഈ വിത്തിനെ അവൻ പൊട്ടിച്ചെടുക്കുന്നു. ഇനി ഈ വിത്ത് എന്താണെന്നുള്ളത് സിനിമയിൽ വ്യക്തമായി പറയുന്നു. ശരവണൻ ആരാണെന്നറിയാമോ? സിനിമയുടെ തുടക്കത്തിൽ വേങ്കയ്യമാരൻ്റെ മകനായ ഇളന്തരവനെ കുറിച്ച് പറയുന്നില്ലേ? ആ ഇളന്തരവൻ തന്നെയാണ് ഈ ശരവണൻ. ഇളന്തരയൻ സന്യാസിയെ പാമ്പിൽ നിന്നും രക്ഷിക്കുന്നില്ലേ? തന്നെ പാമ്പിൽ നിന്നും രക്ഷിച്ചതുകൊണ്ട് ഇളന്തരയൻ്റെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ആ സന്യാസി വാക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇളന്തരയൻ്റെ ആഗ്രഹം ഇതായിരുന്നു, അവന് മരണമില്ലാതെ എന്നും യൗവനമായിരിക്കണം. ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇളന്തരയൻ്റെ കയ്യിൽ ഒരു വേര് പോലുള്ള ചെറിയൊരു പ്രതിമ കൊടുക്കുകയാണ്. ഈ പ്രതിമ നിന്റെ കൈവശം ഉള്ള കാര്യം നിനക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ, മറ്റൊരാൾ ഇത് അറിയാൻ പാടില്ല എന്നും ആ സന്യാസി പറയുന്നു. പൂർണ്ണചന്ദ്രൻ്റെ അന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മരുന്നുകളും നിന്റെ രക്തവും ഇതിൻ്റെ ചുവട്ടിൽ വീഴ്ത്തുക. അപ്പോൾ ഇതിന് ശക്തിയുണ്ടാവും. ഇതിൽ ഒരു വിത്തുണ്ടാകും. ആ വിത്ത് നീ പൊട്ടിച്ചെടുത്ത് ഒരു പെണ്ണിൻ്റെ വയറ്റിൽ നിക്ഷേപിച്ചാൽ
അവളുടെ വയറ്റിൽ ഈ വിത്ത് ഗർഭമായി വളരും. ആ ഗർഭം അലസിപ്പിച്ച് ആ രക്തമെടുത്ത് ആ രക്തം ഈ പ്രതിമയുടെ കീഴിൽ വീഴ്ത്തുകയാണെങ്കിൽ അപ്പോഴും ഈ പ്രതിമയ്ക്ക് ശക്തി വരികയും അതിലൊരു പൂവ് ഉണ്ടാവുകയും ആ പൂവ് നീ ഭക്ഷിക്കുന്നത് വഴി 12 കൊല്ലത്തേക്ക് നീ രക്തമെടുത്ത അതേ പെണ്ണിന്റെ പ്രായം നിന്നിൽ നിലനിൽക്കും. ഓരോ 12 കൊല്ലത്തിലും നീ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരിക്കുക. നിനക്ക് എന്നും യൗവനവുമായിരിക്കും, മരണവും ഉണ്ടാകില്ല. പക്ഷേ ഏത് പെണ്ണിന്റെ വയറ്റിലാണോ നീ ഈ വിത്ത് നിക്ഷേപിക്കാൻ പോകുന്നത്, ആ പെണ്ണിനെ നിർബന്ധിച്ചോ ആ പെണ്ണിനെ കൊന്നു ഒന്നും ഇത് ചെയ്യാൻ പാടുള്ളതല്ല. ആ പെണ്ണിന് നിന്നോട് വിശ്വാസം ഉണ്ടായിരിക്കുകയും വേണം. മറിച്ചാണെങ്കിൽ നിന്റെ ആഗ്രഹം നടക്കാതെ പോകും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ആ വിത്ത് വയറ്റിൽ ചെന്നിട്ട് ആ പെണ്ണ് ഗർഭിണിയാവുകയും കൃത്യസമയത്ത് അതിനെ അലസിക്കളയാൻ നിനക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കുട്ടിയായി ജനിക്കുകയും അത് നിന്റെ കാലനായി മാറുകയും ചെയ്യും. ഇനി നീ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആ സ്ത്രീയെ കൊന്നിരുന്നാലും നിന്റെ ആഗ്രഹം നടക്കാതെ പോകും. അവസാനമായി ഒരു കാര്യവും കൂടി ആ സന്യാസി പറയുന്നുണ്ട്. നിനക്ക് ഞാൻ തന്ന ആ വേര് പോലുള്ള വിഗ്രഹമില്ലേ, അതും നീ നശിപ്പിക്കാതെ നോക്കിക്കോണമെന്ന്. ഇങ്ങനെ ശരവണൻ ഏത് പെണ്ണിനെ ഉപയോഗിച്ചാണോ അവൻ്റെ ആഗ്രഹം സാധിക്കുന്നത്, ആ പെണ്ണ് പിന്നീട് വയസ്സായി മാറും. അവൾ പിന്നെ കുറച്ച് കാലം മാത്രമേ ജീവിച്ചിരിക്കുകയുമുള്ളൂ. നായികയുടെ വയറ്റിലും ശരവണൻ ഈ വിത്ത് എത്തിച്ചിരുന്നു. എങ്ങനെയാണെന്നല്ലേ, സിനിമയുടെ തുടക്കത്തിൽ നായികയോട് ഒരു കിസ് ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ശരവണൻ ഈ വിത്ത് നായികയുടെ വയറ്റിൽ എത്തിക്കുന്നത്. സിനിമയിൽ ഇനി മകിഴ്നിലയെ കാണിക്കുന്നുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മകിഴ്നില കറിക്കത്തിയുടെ റിഫ്ലക്ഷനിൽ തൻ്റെ മുഖമൊന്ന് നോക്കുകയാണ്. തലമുടി ആകെ നരച്ചിരിക്കുന്നു, മുഖവും ചുളുങ്ങിയിരിക്കുന്നു. കാരണം ശരവണന് നിക്ഷേപിച്ച വിത്ത് ഇവളുടെ വയറ്റിൽ കിടന്ന് വളരും തോറും അവൾ വയസ്സായിക്കൊണ്ടേയിരിക്കും. ആ വീട്ടിൽ നിൽക്കുന്ന മകിഴ്നിലയോട് ശരവണൻ പറയുകയാണ്, ഞാൻ പുറത്ത് വാക്കിങ്ങിന് പോയിട്ട് വരാമെന്ന്. മകിഴ്നിലയ്ക്ക് അപ്പോൾ ശരവണനെ കാണാൻ കഴിയുന്നത് അവൾ ശുശ്രൂഷിക്കുന്ന ആ സ്ത്രീയായിട്ടാണ്. അമ്മ പോയിട്ട് വരാൻ മകിഴ്നില മറുപടിയും പറയുന്നു. ഇങ്ങനെ ശരവണൻ എവിടേക്കാണ് പോകുന്നതെന്നറിയാമോ? ഒരു വയസ്സായ സ്ത്രീയെ ഒരു വീട്ടിൽ കെട്ടിയിട്ടിട്ടില്ലേ, അവിടേക്കാണ് ഈ ശരവണൻ പോകുന്നത്. മകിഴ്നിലയെ കൊണ്ടുവന്നതുപോലെ പണ്ട് ഈ സ്ത്രീയെയും ചെറുപ്പത്തിൽ ശരവണൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീക്ക് ശരവണന്റെ ഈ ചതി മനസ്സിലാവുകയും ശരവണന്റെ ആഗ്രഹം അങ്ങനെ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഗർഭിണിയായ അവളെ അവന് കൊല്ലാനും കഴിയില്ല. അതുകൊണ്ട് അവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് മകിഴ്നിലയെ അവൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കെട്ടിയിട്ടിരിക്കുന്ന സ്ത്രീയെ ശരവണന് കൊല്ലാൻ കഴിയാത്തത് കൊണ്ട് അവൾക്കുള്ള ആഹാരവും ആ ഗർഭം അലസിക്കളയാനുള്ള കഷായവുമായിട്ടാണ് അവൻ അവിടേക്ക് വരുന്നത്. അവനെ കണ്ടപാടെ തന്നെ ആ വയസ്സായ സ്ത്രീ പറയുന്നുണ്ട്, നീ എത്ര കാലം എത്ര പെണ്ണുങ്ങളെ ഇതുപോലെ വഞ്ചിച്ച് ജീവിക്കും? ഇപ്പോൾ നീ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ, അവൾ നിന്റെ കള്ളത്തനം കണ്ടുപിടിക്കും. നിന്റെ ആഗ്രഹം സാധിക്കില്ല. എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് പുറത്തു വരികയും ചെയ്യും. നിന്റെ കാലനായി അവൻ മാറുകയും ചെയ്യും. എന്നിട്ട് കഷായം കൊണ്ടുവന്ന ആ കുപ്പി ഗ്ലാസിനെ തറയിൽ തട്ടിയിട്ട് പൊട്ടിക്കുന്നു. ആ പൊട്ടിയ ചില്ലൊക്കെ വാരിക്കൊണ്ട് ശരവണൻ ഇങ്ങനെ പറയുന്നു, നിന്റെ കുട്ടി ജനിച്ചാൽ മാത്രമല്ലേ അങ്ങനെയൊന്ന് സംഭവിക്കുകയുള്ളൂ, എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് തറയിൽ കിടക്കുന്ന കുപ്പിച്ചില്ലയ്ക്ക് ശരവണൻ വാരിക്കൊണ്ട് പോകുന്നുണ്ട്. പൂർണ്ണ ചന്ദ്രനെ കാണേണ്ട ദിവസം എത്താൻ ഇനി 1-2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് പൂജ നടത്തേണ്ട ദിവസം. രാത്രി ഉറങ്ങിക്കിടക്കുന്ന മകിഴ്നിലയുടെ മൂക്കിനടുത്ത് അവൻ എന്തോ ഒന്ന് മണപ്പിക്കാൻ വയ്ക്കുകയും അവൾ പൂർണ്ണമായി മയങ്ങിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവളുടെ വായിലേക്ക് അവൻ ഗർഭം അലസാനുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഗർഭം അലസുകയും അവളിൽ നിന്ന് അവന് രക്തം ലഭിക്കുകയും ചെയ്യുന്നു. ആ രക്തവുമായി അവൻ കാടിന് ഉള്ളിലേക്ക് പോകുകയാണ്. കുറച്ചു കഴിഞ്ഞ് വേദന സഹിക്കാതെ മകിഴ്നില ഉണരുകയാണ്. അവിടെയെല്ലാം നോക്കിയിട്ടും അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. സഹിക്കാൻ കഴിയാത്ത വേദനയുമായി അവൾ ഒരു വിധത്തിൽ ആ വീടിന് പുറത്തേക്ക് വരികയാണ്. തൻ്റെ ശരീരത്തിലെ വേദനയും പേറി എങ്ങനെയൊക്കെയോ നടന്ന് അവൾ ആ സ്ത്രീയെ കെട്ടിയിട്ടിരിക്കുന്ന വീടിന് അടുത്തേക്ക് എത്തുകയാണ്. ആ വീടിനകത്ത് കയറുമ്പോഴോ അവൾ ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന വയസ്സായ സ്ത്രീയെയാണ് കാണുന്നത്. മകിഴ്നിലയെ കണ്ടപാടെ തന്നെ ആ ചങ്ങലയിൽ കിടക്കുന്ന സ്ത്രീ പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ തേടിയെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. മകിഴ്നിലയോട് ശരവണൻ ആരാണെന്നും എന്താണെന്നും ആ ചങ്ങലയിൽ കിടക്കുന്ന സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മകിഴ്നില ചങ്ങലയിൽ കിടന്ന ആ സ്ത്രീയെ ചങ്ങലയിൽ നിന്നും അഴിച്ചുവിടുന്നു. ഇതിനുശേഷം അവൾ ജോലിക്ക് നിന്ന ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അവിടെ വന്നപ്പോഴോ അവൾ ഏത് സ്ത്രീയെയാണോ നോക്കേണ്ടത് ആ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. അവർ മകിഴ്നിലയുടെ അടുത്ത് പറയുന്നു, നീ എന്തിനാണ് പുറത്തേക്കൊക്കെ പോയത്, നീ ഈ പാല് കുടിക്കൂ എന്ന് പറയുന്നു. ഇത് കേട്ടപാടെ തന്നെ മകിഴ്നില അവളെടുത്ത് പറയുകയാണ്, ശരവണ, എനിക്കിപ്പോൾ നിന്നെ കാണാൻ കഴിയും. നിന്നോടുള്ള വിശ്വാസമെല്ലാം എനിക്ക് പോയി. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നീ വിചാരിക്കും പോലത്തെ ഒരാളായി എനിക്ക്
നിന്നെ കാണാൻ കഴിയുകയുള്ളൂ. എനിക്ക് നിന്നെ ഇപ്പോൾ ശരവണനായിട്ട് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം മകിഴ്നില ശരവണന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. നീ എന്തിനാണ് എന്നെ ചതിച്ചത്? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടല്ലേ പ്രണയിച്ചത്? ശരവണൻ അവളെ ഒരിടത്ത് കൊണ്ടിരുത്തിയിട്ട് പറയുകയാണ്, എനിക്ക് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എന്ന് വെച്ച് സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് എനിക്കെന്റെ യൗവനം കളയാൻ പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരവണൻ 80 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിയായി മാറുകയാണ്. ഇങ്ങനെ വയസ്സായി മാറിയ ശരവണൻ തന്റെ ബേഗമെടുത്ത് കാടിനുള്ളിലേക്ക് നടന്നു പോവുകയാണ്. കാടിനുള്ളിൽ ചെന്ന് അവൻ ആ പ്രതിമ വെച്ച് പൂജ ചെയ്ത് ആ രക്തം ആ പ്രതിമയുടെ കീഴെ വീഴ്ത്തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പുഷ്പം വരികയും ആ പുഷ്പം അവൻ ഭക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനുശേഷവും അവൻ ചെറുപ്പക്കാരനായില്ല. അവൻ നടന്നു പോവുകയും ബോധമില്ലാതെ പാറയിടുക്കിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. ബോധം വന്ന ശരവണൻ തൻ്റെ മുഖം പരിശോധിക്കുന്നു. അവനിപ്പോൾ വയസ്സനല്ല, ചെറുപ്പക്കാരനായിരിക്കുന്നു. അങ്ങനെ അവൻ്റെ പൂജ ബലം കണ്ടിരിക്കുകയാണ്. അവൻ വളരെയധികം സന്തോഷിക്കുകയാണ്. പക്ഷേ അവനൊരു കാര്യം ഓർമ്മ വരുന്നു. ആ വേരു പോലെയുള്ള പ്രതിമ അവൻ തിരിച്ച് പെട്ടിയിൽ വച്ചിട്ടില്ല എന്ന്. അവൻ പെട്ടി തുറന്നു നോക്കുമ്പോഴോ അതവിടെ കാണുവാനില്ല. അടുത്ത് കാണിക്കുന്നത് ഒരു വയസ്സായ സ്ത്രീ ഈ പ്രതിമയെ തീയിലിട്ട് കത്തിക്കുന്നതാണ്. ആ വയസ്സായ സ്ത്രീ വേറെ ആരുമായിരുന്നില്ല, മകിഴ്നില തന്നെയായിരുന്നു. മകിഴ്നില വയസ്സായി മാറിയിരിക്കുന്നു. ആ പ്രതിമയുടെ വേരുകൾ തീയിൽ കിടന്ന് കത്തി അമരുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ശരവണൻ ചെറുപ്പക്കാരനിൽ നിന്ന് ഒരു പടു കിളവനായി മാറുന്നു. യൗവനം നഷ്ടപ്പെട്ട് തനിക്ക് മരണം ഉടനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശരവണൻ നടന്ന് നീങ്ങുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. വയസ്സായ മകിഴ്നില തൻ്റെ ബാഗിൽ നിന്നും ഒരു വോട്ടർ ID കാർഡ് എടുത്തു നോക്കുന്നു. ഇത് ഏത് വോട്ടർ ID കാർഡാണെന്ന് അറിയാമോ? മകിഴ്നിലയെയും ശരവണനെയും കണ്ടപ്പോൾ വാവിട്ട് കരഞ്ഞ ഒരു വയസ്സായ സ്ത്രീയില്ലേ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വോട്ടർ ID കാർഡാണ് ഇത്. അവരുടെ വോട്ടർ ID കാർഡ് തന്നെയായിരുന്നു. അതായത് ശരവണൻ ആ സ്ത്രീയെയും ചതിച്ച് പടുവയസ്സയാക്കിയതാണ്. ഇതിനുശേഷം വൃദ്ധയായി മാറിയ മകിഴ്നില തൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ആ വീട് വിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. സിനിമയുടെ അവസാനം തീയിലിട്ട ആ പ്രതിമയുണ്ടല്ലോ, അത് പൂർണ്ണമായും കത്തിയിരുന്നില്ല. ആ പ്രതിമയെ ആ തീയിൽ നിന്നും ആരോ ഒരാളുടെ കൈ വന്ന് എടുക്കുന്നതായി കാണിക്കുന്നു. അതൊരിക്കലും ശരവണന്റെ കൈയല്ല എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു.